ഗുഡ് ഈവനിങ് ഓൾ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൽ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കുറച്ച് നാളായി നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. സോ പുതിയൊരു മന്താണ്. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എല്ലാം ഡിപ്പെൻഡിങ് ആണ്. നമുക്ക് നോക്കാം. മന്ത്ലി അനാലിസിസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. മന്ത്ലി ചാർട്ടാണ് ലോഡ് ചെയ്യുന്നത്. ഗോൾഡ് മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ സോ കഴിഞ്ഞ ജൂലൈ മന്ത് ലോഡ് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യണം. ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഗോൾഡ് മന്ത്ലി ചാർട്ട്. അതായത് ഗോൾഡ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 6000 USD ആയിരുന്നു. സോ ആ 6000 USD നിന്നും മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിലെല്ലാം ബിയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. നല്ലൊരു ഫോളാണ് ഗോൾഡിൽ ഉണ്ടായത്. സോ അത് നമുക്കറിയാം, ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ നിന്നപ്പോഴേ ഇതായിരുന്നു കണ്ടീഷൻ. അതായത് ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരുന്നു. സോ ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ നിന്ന് കുത്തനെ ഒരു വീഴ്ചയായിരുന്നു. സോ ഇപ്പോഴും നിൽക്കുന്നത് ഓവർ സോൾഡ് കണ്ടീഷനിലാണ് ഗോൾഡ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിലെല്ലാം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ ഗോൾഡ് എടുക്കാനുള്ള ചാൻസ് അത് കാണിച്ചു തരാം. ഗോൾഡിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്, 3500 ലെവൽ. ഓക്കെ, കഴിഞ്ഞ ഒരു മാസത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. മന്ത്ലി ചാർട്ടിൽ ജൂലൈയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. ഈ നോ ഡിമാൻഡ് ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫോളാണ് വരേണ്ടത്. ഓക്കെ, കഴിഞ്ഞ ഒരു മാസത്തെ മൊത്തത്തിലുള്ളൊരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു $200 അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു റേഞ്ച് മൂവ്മെന്റിലായിരുന്നു. വലിയ മാർക്കറ്റ് മൊമെന്റം ഒന്നും നമുക്കില്ലായിരുന്നു. സോ ഒരു ബിഗ് ഫിഷിനെ ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിരുന്നില്ല ജൂലൈ വളരെ സ്ലോ മൂവ്മെന്റ് ആയിരുന്നു. ബട്ട് ജൂൺ നല്ല ബിയറിഷ് മൂവ്മെന്റ് ആയിരുന്നു. ബട്ട് ജൂലൈ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് മൂവ്മെന്റ് തന്നെയായിരുന്നു. മാക്സിമം ഒരു $200 ആ ഒരു റേഞ്ചിലുള്ള മൂവ്മെന്റ് മാത്രമായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ ഇപ്പോൾ നമ്മൾ RSI ലെവൽ നോക്കുമ്പോൾ ഓവർ സോൾഡ് കണ്ടീഷൻ ആണ്. ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ ഇങ്ങനെ ആണെങ്കിൽ, അതായത് ഇതിനെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേ രീതിയിൽ തന്നെ ഓവർ സോൾഡ് കണ്ടീഷനിലും മൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് മന്ത്ലി ചാർട്ടിലെ കണ്ടീഷൻസ്. മന്ത്ലി ചാർട്ടിൽ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ബുള്ളിഷ് എവിഡൻസ് തരാനായിട്ടില്ല. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിൽ നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. അതുകൊണ്ട് നെക്സ്റ്റ് മന്തിൽ വീണ്ടും
ഫോൾ ചെയ്യാനുള്ള ചാൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ സെൽ ഏരിയ ആണ് ഈ ബിലോ ദിസ് ലെവൽ, അതായത് 3944 വരെയാണ് ഏറ്റവും ലീസ്റ്റ് മൂവ്മെന്റ്, അതായത് ഓൾ ടൈം ഹൈയിൽ നിന്നും ഗോൾഡിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ലീസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 3940 ലെവൽ വരെയാണ്. സോ അതിന് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ ആണ്. ആ സെൽ ഏരിയയിലേക്ക് ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോണ മൂവ്മെന്റ് എന്ന് വെച്ചാൽ 3500 ലെവലിലേക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ഗോൾഡ് മന്ത്ലി ചാർട്ടിലെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കിയത്. മന്ത്ലി ചാർട്ടിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിലെല്ലാം തന്നെ ബിയറിഷ് മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതെന്ന് വെച്ചാൽ ജൂലൈയിലാണ്. ബട്ട് അതൊരു നോൺ ഡിമാൻഡ് ക്യാൻഡിലാണ്. നമുക്കൊരു ബുള്ളിഷ് എവിഡൻസ്, അതായത് ഗോൾഡിൽ ഇനി ഒരു കയറ്റം ഉണ്ടാവുന്നു എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം പ്രീവിയസ് ക്യാൻഡിൽ നോക്കുമ്പോൾ ആ ഒരു കണ്ടീഷനാണ്. ക്ലിയർ സെൽ ഏരിയ ആണ് ഇനി ഉള്ളത്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ ആണ്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 3500 ലെവലിലാണ്. 3500. ഓക്കെ, വീക്ക്ലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതാണ് വീക്ക്ലി ചാർട്ടിന്റെ കണ്ടീഷൻ. വീക്ക്ലി ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ മൂവ്മെന്റ്, ക്ലിയർ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ മൂവ്മെന്റ് ആണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. വരച്ച് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ പോയിട്ട് എഗെയിൻ ഫോളോ ചെയ്യുന്നു, എഗെയിൻ കയറുന്നു. ഇനി ഇങ്ങനെ കയറിയിട്ട് ഒരു ഫോള് വന്നാൽ ഓക്കെ, വീക്ക്ലി ചാർട്ടിലെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വർക്ക് ആവുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് കിടപ്പുണ്ട്. മാർക്കറ്റ് ഒരു പ്രീവിയസ്ലി ഒരു സെല്ലിംഗ് എവിഡൻസ് ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, വീക്ക്ലി ചാർട്ടിൽ പ്രീവിയസ്ലി ഒരു സെല്ലിംഗ് എവിഡൻസ് കിടപ്പുണ്ട്, റെസ്പെക്ട് ചെയ്യപ്പെടാത്തത്. അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 11-നാണ് ആ ഒരു സെല്ലിംഗ് എവിഡൻസ് ഇട്ടത് വീക്ക്ലി ചാർട്ടിൽ. അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളൊരു മൂവ്മെന്റ് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് താഴേക്കെന്ന് പറഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ ആണ്. അതായത് ഗോൾഡ് ഇനി എഗെയിൻ ഒരു ഫോള് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ ഫോളോ വരും, 3321 ആ ഒരു ലെവലിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് മന്ത്ലി ചാർട്ടിലെ സപ്പോർട്ട് ലെവൽ വരുന്നതെന്ന് പറഞ്ഞാൽ 3500 ലെവലിലാണ്. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണിത്. ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വീക്ക്ലി ചാർട്ടിൽ ഇങ്ങനെ ഒരു എവിഡൻസ് ഉണ്ട്, മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഗോൾഡിന് ഒരു ഫോള് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ അത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ മൈ സ്ട്രാറ്റജി. ഓക്കെ, ഇപ്പോഴും കണ്ട കറക്റ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ മൂവ്മെന്റ് ആണ്. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ മൂവ്മെന്റിലാണെങ്കിൽ ഇനി വീണ്ടും ഒന്ന് കയറിയിട്ട് ഫോൾ. ഓക്കെ, അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ മാർക്ക് ചെയ്തത്. ഇവിടെ RSI ലെവൽ ഒന്ന് നോക്കാം നമുക്ക്. RSI ലെവൽ ഇമ്പോർട്ടൻറ്റ്. വീക്ക്ലി ചാർട്ടിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. വീക്ക്ലി ചാർട്ടും ഓവർസോൾഡ് കണ്ടീഷനിലാണ്. കണ്ട, കയറുന്നില്ല, ഓവർസോൾഡ് കണ്ടീഷനിൽ മൂവിങ് ആണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട്. ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി ചാർട്ടാണ്. ഗോൾഡിന്റെ ഡെയിലി ചാർട്ട് ഹൈലി റേഞ്ചിലാണ് കാണിക്കാതെ. കണ്ടോ, ഡെയിലി ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയോ അതിന് മുന്നത്തെ ആഴ്ചയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ഒരു $100 to $200 ഇടയിലുള്ള റേഞ്ചിലാണ്. ലാസ്റ്റ് ഫ്രൈഡേ ക്യാൻഡിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആയിട്ടാണ് എൻഡ് ആയിരിക്കുന്നത്. ബട്ട് അതൊരു എവിഡൻസോടുകൂടിയുള്ള എൻഡിങ് അല്ല, അതൊരു സെല്ലിംഗ് എവിഡൻസ് തന്നേക്കും അല്ല ആ ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് ഡെയിലി ചാർട്ടിന്റെ കണ്ടീഷൻ. ഡെയിലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ
എവിടെങ്കിലും ബിയറിഷ് എവിഡൻസോ ബൈയിങ് എവിഡൻസോ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് മാർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഒന്നും എവിഡൻസുകളല്ല, റെസ്പെക്ട് ചെയ്യപ്പെടാത്ത എവിഡൻസ് അല്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് എവിടെങ്കിലും സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ നോക്കാം. അതിനുള്ള ചാൻസസ് ഉണ്ട്, നോക്കാം. യെസ്, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ യെസ്, ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ ഉണ്ട്. അതായത് ആ സെപ്റ്റംബർ 24, 2025 ഈ ഒരു സെല്ലിംഗ് എവിഡൻസ്, അതായത് ഡേ ക്യാൻഡിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് ഇട്ടതിന് ശേഷം അതിനെ റെസ്പെക്ട് ചെയ്യാതെ പിന്നീട് ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഉണ്ടായത് മാർക്കറ്റിൽ. സി, ഇവിടെയൊക്കെ കുറെ സപ്പോർട്ട് ലെവലുകളുണ്ട്. ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ മന്ത്ലി ചാർട്ടിൽ ഒരു സപ്പോർട്ട് ലെവൽ പറഞ്ഞല്ലോ 3500 ലെവലാണെന്ന്. അതെടുക്കുകയാണെങ്കിൽ ഈ ഒരു എവിഡൻസ് ഈസി ആയിട്ട് എടുത്തിട്ട് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ 3719 ഓക്കെ, മൂവ്മെന്റ് കാണിക്കാം. ഇപ്പോഴ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഗോൾഡിൽ ഉണ്ടായ ഒരു ഫോൾ എന്ന് വെച്ചാൽ $3886 ലെവൽ വരെയാണ്. ഓക്കെ, റീസെന്റ് ഉണ്ടായ ഫോൾ എന്ന് പറഞ്ഞു. നോക്കട്ടെ എറർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം, കമന്റ് ചെയ്യണം. ഗോൾഡിൽ റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 3940 ആണ്. 3940 ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 6000 ആയിരുന്നു. അവിടുന്ന് ഉണ്ടായ ഏറ്റവും ലീസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 3940 ലെവൽ വരെയാണ്. ഓക്കെ, ഈ ഒരു ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. അതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടത്. ഒന്നും കൂടി ഷോ ചെയ്യാം. ഈ ഒരു ഏരിയ വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ടോ. ഗോൾഡിൽ ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് പ്രീവിയസ്ലി റെസ്പെക്ട് ചെയ്യപ്പെടാതെ ഉണ്ട്. അതായത് ഗോൾഡ് ഈ കയറി പോയിട്ട് തിരിച്ചിറങ്ങുവാണ്. ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നതുകൊണ്ട് അതിനെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ട്. അതോടൊപ്പം തന്നെ വീക്ക്ലി ചാർട്ടിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു. ബട്ട് അതിന് ടൈം എടുത്തേക്കാം. ഓക്കെ, മന്ത്ലി ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സപ്പോർട്ട് ലെവൽ 3500 ലെവലാണ്. ആ ഒരു മൂവ്മെന്റ് വരികയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു സെല്ലിംഗ് എവിഡൻസ് എടുത്തിട്ട് പോകും. ഓക്കെ, സൂം ചെയ്ത് കാണാം. ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണിത്. ഈ സെല്ലിംഗ് എവിഡൻസ് ഇട്ടിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യപ്പെടാതെ ഗോൾഡ് ഫണ്ടമെന്റലി അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. അറിയാം, കഴിഞ്ഞ വർഷത്തെ എൻഡിലേക്ക് മൂവ്മെന്റ് നമുക്കറിയാം. ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ് ഗോൾഡിൽ ഉണ്ടായത്. സെപ്റ്റംബർ 24 ക്ലിയർ ആയിട്ട് ഒരു സെല്ലിംഗ് എവിഡൻസ് ഇവിടെ ഇട്ടു. അതിനെ റെസ്പെക്ട് ചെയ്തൊരു മൂവ്മെന്റ് വന്നിട്ടില്ല. സോ ഇപ്പോഴത്തെ മൂവ്മെന്റ് ബിയറിഷ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് വിൽ ഫോൾ ബിലോ 3719 ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ട്. ഓക്കെ, ഇവിടെ RSI ലെവലും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് RSI ലെവൽ എന്ന് വെച്ചാൽ ഇപ്പോഴ് ബൈ ഏരിയയിലേക്ക് കയറുകയാണ്. ഓക്കെ, ഓവർബ്രോഡ് കണ്ടീഷൻ ഒന്നുമല്ല, ബൈ ഏരിയയിലേക്ക് കയറുകയാണ്. ഒരു ഓവർസോൾഡ് കണ്ടീഷനിലൊന്നുമല്ല. ഇവിടുന്ന് ഈ കർവ് തിരിയാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോഴും നിൽക്കുന്ന കണ്ടീഷനിൽ ഗോൾഡിൽ ഒരു ചെറിയ ബുള്ളിഷ് മൂവ്മെന്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഫ്രൈഡേ ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിലായിട്ടാണ് എൻ്റെ ആയത്. അത് നമുക്കൊരു സെല്ലിംഗ് എവിഡൻസ് തന്നെങ്കിൽ നമുക്ക് പറയാം അതിലും ബിലോ ഒരു ഫോൾ വരും എന്നുള്ളത്. ബട്ട് ഈ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് മൂവ്മെന്റ് ആണ്. ഇതാ നോക്കാം നമുക്ക്. ഫ്രൈഡേ, തേഴ്സ്ഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ, മൺഡേ. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഗോൾഡിൽ ഉള്ളി ഒരു 4000 നമുക്ക് കൂട്ടാം. 4000 തൊട്ട്
4120 ഒരു 120 അത്രയും ഡോളേഴ്സിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഉണ്ടായത്. സോ ഒരു ഹെവി മൂവ്മെന്റ് ഒന്നും നമുക്ക് പറയാനില്ല. ഒരു റേഞ്ച് മൂവ്മെന്റിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. ഓക്കെ, ഒരു ഇഴഞ്ഞുള്ള നീങ്ങൽ തന്നെയാണ് ഗോൾഡ്. ഈ എവിടെയും, അതായത് ബുള്ളിഷ് ക്യാൻഡിൽ ഉള്ള എവിടെയും നമുക്കൊരു എവിഡൻസുകളും തന്നിട്ടില്ല. പിന്നെ ക്ലിയർ റേഞ്ച് മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ഒരു പാരലൽ മൂവ്മെന്റ് ആണ്. കാണിക്കാം. ഇങ്ങനെ ഒരു പാരലൽ ചാനൽ വരച്ചിടുവാണെങ്കിൽ ആ പാരലൽ ചാനലിനുള്ളിലാണ്. ഈ ഒരു റേഞ്ചിലുള്ള മൂവ്മെന്റ് മാത്രമാണ്. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഡേ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് മൂവ്മെന്റിലാണ്. കണ്ടോ, ഇത്ര ഒരു ഏരിയയിൽ മാത്രമാണ് മൂവ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിന് പുറത്ത് വരണം. അതായത് ഗോൾഡ് ഈ ഒരു റേഞ്ച് വിട്ട് പുറത്ത് വരണം. ബിലോ ദിസ് ലെവൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി ഇനി വരുന്നത് 3500 ലെവലിലേക്ക്. ഓക്കെ, കണ്ടോ, ഡേ ചാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർ പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിയറിഷ് മൂവ്മെന്റിനുള്ള ചാൻസ് ആണ് പറയുന്നത്. അതല്ല, ബുള്ളിഷ് മൂവ്മെന്റ് വരികയാണെങ്കിൽ ഗോൾഡിൽ ബുള്ളിഷ് മൂവ്മെന്റ് വന്നിട്ട് ഈ പാരലൽ ചാനൽ ഇവിടുന്ന് ബ്രേക്ക് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഈ ഒരു ലെവലാണ് സപ്ലൈ ലെവൽ, ഇവിടെയാണ്. ഓക്കെ, 4300 ലെവലിലാണ് നെക്സ്റ്റ് സപ്ലൈ ലെവൽ. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞു സപ്പോർട്ട് ലെവൽ വരുന്നത് 4500 വരെയാണ്. ബിയറിഷ് മൂവ്മെന്റ് അത് നമുക്ക് മാർക്കറ്റ് സെന്റിമെന്റ്സ് എല്ലാം നോക്കാം. നമ്മുടെ ലൈനുള്ള ടൂൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് ഡെയിലി ചാർട്ട് അനാലിസിസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ട് ഗോൾഡിലെ മൂവ്മെന്റ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് 4 അവർ ചാർട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഗോൾഡ് ഇതേ ഒരു പാരലൽ ചാനലിനുള്ളിൽ തന്നെ മൂവ് ചെയ്യുമെന്നുള്ളത് ചാൻസസ് ആണ്. നോക്കാം. ഇതിനുള്ളിൽ തന്നെ ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ട് ഡേ ക്യാൻഡിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്ന മൂവ്മെന്റ് ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ട്രെൻഡ് ലൈൻ ഇതിനുള്ളിൽ തന്നെ മേക്ക് ചെയ്യാം. കണ്ടോ, ഈ ഡെയിലി ചാർട്ടിനെ വെച്ചിട്ട്
ട്രേഡിംഗ് സെറ്റപ്പുകൾ പറയാം. ട്രേഡിംഗ് സെറ്റപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലോവർ മൂവ്മെന്റ് ഇവിടെ വരെ എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, 3960 വരെ. ഓക്കെ, ബുള്ളിഷ് മൂവ്മെന്റ് വരുന്നു മാർക്കറ്റിൽ. ബുള്ളിഷ് മൂവ്മെന്റ് വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പാരൽ ചാനലിന്റെ അപ്പർ ലെവൽ വരെ മൂവ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സെറ്റപ്പും വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇത് വെച്ചിട്ടും ട്രേഡ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഇഴഞ്ഞ മാർക്കറ്റ് മൂവ്മെന്റിൽ ഇങ്ങനെ ചെറിയ ട്രേഡ് സെറ്റപ്പുകളിൽ കൺഫേംഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേഡ് സെറ്റപ്പുകളാണിത്. ഓക്കെ, സോ ഇതാണ് ഡെയിലി ചാർട്ട് നമുക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് 4 അവർ ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ഫോർ അവർ ചാർട്ടും അതേ രീതിയിൽ തന്നെ ക്ലിയർ റേഞ്ചിലാണ്. ബട്ട് ഇവിടെ നമുക്ക് 4 അവർ ചാർട്ടിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കിങ് ചെയ്യാൻ പറ്റും. ക്ലിയർ ഒരു സെല്ലിംഗ് എവിഡൻസ് ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം. ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണ്. $3962 വരെയുള്ള മൂവ്മെന്റ്. ഈ ഒരു മൂവ്മെന്റ് ജൂലൈ 26-ന് 4 അവർ ചാർട്ടിൽ ക്ലിയർ ആയിട്ട് സെല്ലിംഗ് എവിഡൻസ് ഇട്ട് അതിനെ റെസ്പെക്ട് ചെയ്തൊരു മൂവ്മെന്റ് പിന്നീട് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒരു അൾട്രാ വോളിയം ഹൈ ബൈ ക്യാൻഡിൽ വീണിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ വീണ് പിന്നെ മാർക്കറ്റിൽ ഒരു പ്രൈസ് അപ്പ് മൂവ്മെന്റ് ആണ് ഉണ്ടായത്. അതിനുശേഷം ഒരു റേഞ്ചിലാണ്, ക്ലിയർ റേഞ്ച് ആണ്. 4 അവർ ഒക്കെ നോക്കുമ്പോൾ ക്ലിയർ റേഞ്ച് മൂവ്മെന്റ് ആണ്. പാരലൽ ചാനൽ ഇവിടെ സെപ്പറേറ്റ് വേണേൽ വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ക്ലിയർ റേഞ്ച് മൂവ്മെന്റ് ആണ് മാർക്കറ്റിലുള്ളത്. ബട്ട് ഇവിടെ ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ബിയറിഷ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ബിലോ ദിസ് ലെവൽ ഷുവറായിട്ടും മാർക്ക് ചെയ്ത് വെച്ചോ. ബിലോ ദിസ് ലെവൽ 3962 താഴേക്ക് ഫോളോ വന്നിരിക്കും, ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ. അതായത് ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയി ഈ ഒരു പാരലൽ ചാനലിനെ ബ്രേക്ക് ചെയ്താൽ ഷുവറായിട്ടും വരച്ചു കാണിക്കാം. ഈ ഒരു പാരലൽ ചാനലിനെ ബ്രേക്ക് ചെയ്താൽ ഷുവറായിട്ടും ഇതിനും ബിലോ പോകും. ഓക്കെ, പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3995 ലെവലിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3962 എടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാര്യം ഓൾറെഡി ഒരു സെല്ലിംഗ് എവിഡൻസ് അത് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യാതെയാണ് മൂവ്മെന്റ് പോയത്. എപ്പോഴായാലും മാർക്കറ്റ് അങ്ങനെയാണ്, ഇടുന്ന എവിഡൻസിനെ അത് എടുത്തിരിക്കും. ടൈം എടുത്തു കഴിഞ്ഞാലും മാർക്കറ്റ് ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്തിട്ട് മൂവ്മെന്റ് വന്നിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് 3962 താഴേക്കൊരു ഫോളിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ RSI ലെവൽ നോക്കാം. RSI ലെവൽ നോക്കുമ്പോൾ കണ്ടോ, ക്ലിയർ സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ സെൽ ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നല്ലോണം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഈ ഒരു പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഇത് വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും 3962 എന്നുള്ളത്. ബിലോ ദാറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 3961 വേണമെങ്കിലും എന്ത് ചെയ്യാം, തിരിച്ച് ഇതേമാതിരി തന്നെ ഒരു കയറ്റം കയറാം, അൾട്രാ വോളിയം ഹൈ ബൈ ക്യാൻഡിൽ വന്നിട്ട്. സോ നമുക്ക് അവിടെ വരെ ടാർഗറ്റ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ ഒരു ലെവലിൽ താഴേക്ക് ഫോളോ ചെയ്യും. ആ ഫോള് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, കാരണം ആ എവിഡൻസ് എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ വരെ വെച്ചാൽ മതി, 3964. ഓക്കെ, എൻ്റെ ഒരു സ്ട്രാറ്റജി ബേസിലാണ് ഞാനിത് പറയുന്നത്. അത് ബേസ്ഡ് ഓൺ വോളിയം സ്പ്രെഡ് അനാലിസിസ് ആണ്. അതിൻ്റെ ബേസിലാണ് പറയണത്. ഇവിടെ ക്ലിയർ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ ഉണ്ട്. ആ സെല്ലിംഗ് എവിഡൻസിനെ എടുക്കാനായി മാർക്കറ്റിൽ ഇനിയൊരു ഫോള് വന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും 3962 താഴേക്ക് ഫോള് വരും. മാർക്ക് ചെയ്ത് വെച്ചോ.
ഈ പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഈ മൂവ്മെൻറ്റുകളൊക്കെ വരുമോ എന്ന് നോക്കാം. വരണമെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും കൂടി സെറ്റായി വരണം. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കാം. ഇതുവരെ അത് നോക്കിയിട്ടില്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി 1 hour 30യും 15 മിനിറ്റും 5 മിനിറ്റ് അനാലിസിസിന് ശേഷം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് നോക്കാം. അതിനുള്ള ടൂള് നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രകാരം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് 1 hourലേക്ക് മൂവ് ചെയ്യാം. 1 hour എല്ലാം കണ്ടോ റേഞ്ച് മൂവ്മെൻറ്റുകൾ തന്നെയാണ് ഇവിടെ എല്ലാം. 1 hourൽ ബൈങ് എവിഡൻസ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? പ്രീവിയസ് ക്യാൻഡിൽ നോക്ക്, ക്ലിയർ ആയിട്ട് നോ ഡിമാൻഡ് ക്യാൻഡിൽ അതിനെ റെസ്പെക്ട് ചെയ്ത് ബിയറിഷ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇത് നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. ഈക്വൽ അപ്പർ വിക്ക് ലോവർ വിക്ക്. നോ ഡിമാൻഡ് ക്യാൻഡിൽ അതിനെ റെസ്പെക്ട് ചെയ്ത് ഫോളോ ചെയ്തു. ബട്ട് അവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് നമുക്ക് തന്നിട്ടില്ല. മാർക്കറ്റ് ഒരു ബൈങ് എവിഡൻസ് എവിടെയെങ്കിലും റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ നോക്കാം. റേഞ്ച് മൂവ്മെൻറ്റിനുള്ളിൽ ഇവിടെ എവിടെയും തന്നെ ഇല്ല. ഓക്കെ, സോ ബേസ്ഡ് ഓൺ 1 hourഉം ബിയറിഷ് മൂവ്മെൻ്റ് ആണ്. കർവ് ഉണ്ടോ, ഇവിടെ നിന്ന് തിരിഞ്ഞിരിക്കുകയാണ്, ടേൺ ഡൗൺ. സോ ഈ റേഞ്ച് ഏരിയയ്ക്കുള്ളിൽ ഉള്ള മൂവ്മെൻറ്റിനെക്കാളും നല്ലത് റേഞ്ച് ഏരിയ ബ്രേക്ക് ചെയ്യുന്നിടത്തായിരിക്കും മാർക്കറ്റിൽ നല്ല മൊമെൻറ്റം വരുന്നത്. അവിടുന്ന് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ്. ഓക്കെ, സേഫ് ട്രേഡിങ്ങിന് റേഞ്ച് ഏരിയയ്ക്കുള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യാം. സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ റേഞ്ച് ഏരിയയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ട്രേഡുകൾ എടുക്കാം. ഓക്കെ, ഈ 1 hour നോക്കുമ്പോൾ നമുക്ക് അതാണുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല അവിടെ. 30 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. 30 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ ക്യാൻഡിൽസ് ഒന്ന് സൂം ചെയ്യാം. ഗോൾഡ് ഇഴഞ്ഞുള്ള മൂവ്മെൻറ്റ്. ഇഴഞ്ഞുള്ള മൂവ്മെൻറ്റിൽ ഇവിടെ ഒരു നോ ഡിമാൻഡ് ക്യാൻഡിൽ, ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നോ ഡിമാൻഡ്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. ഓക്കെ, സോ ആ ഫോളോ കണ്ടിന്യൂ ചെയ്യുന്നു. എവിടെയെങ്കിലും ബൈയിങ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ 30 മിനിറ്റിലുണ്ടോ നോക്കാം. ഒരു എവിഡൻസുകളും റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പില്ല. സെൽ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. റേഞ്ച് ഏരിയയ്ക്കുള്ളിൽ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ 30 മിനിറ്റ് ബേസ് ചെയ്ത് എവിഡൻസുകളൊന്നും മാർക്ക് ചെയ്യാനില്ല. പിന്നെ റേഞ്ച് മൂവ്മെൻറ്റ് അത് മാത്രമാണ് പറയാൻ പറ്റുന്നത്. RSI ലെവൽ നോക്കുമ്പോൾ ഷാർപ്പായിട്ട് സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു റേഞ്ച് ലെവൽ 3995 ആ റേഞ്ച് ലെവൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് 3964 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. അത് 4 hour ബേസ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, 15 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. 15 മിനിറ്റ് ചാർട്ടാണിത്. 15 മിനിറ്റ് ചാർട്ട് നോക്കുമ്പോൾ 15 മിനിറ്റിൽ എന്തെങ്കിലും എവിഡൻസുകളുണ്ടോ നോക്കാം. പ്രീവിയസ്ലി ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നെക്സ്റ്റ് വരാനുള്ളത് 4041 ലെവലിലേക്കാണ്. ഓക്കെ, ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് 15 മിനിറ്റ് ബേസ് ചെയ്ത്. ഈ സെല്ലിംഗ് എവിഡൻസ് എടുത്തിട്ടില്ല. സോ ഷുവറായിട്ടും ബിലോ ദാറ്റ് ലെവൽ. ഇന്ന റേഞ്ചിലാണ് ഗോൾഡ്, അതിനുള്ളിലുള്ള കളികളാണ് ഈ പറയുന്നത്. ഓക്കെ, ബിലോ ദിസ് ലെവൽ കണ്ടോ, 4041 താഴേക്ക് ഫോളോ. ഓക്കെ, സോ ക്ലിയർ സെൽ ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ക്ലിയർ സെൽ ഏരിയയിലേക്കാണ്. ഫിഫ്റ്റീൻ മിനിറ്റ് നോക്കുമ്പോൾ ക്ലിയർ സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. 5 മിനിറ്റ് നമ്മൾ നോക്കുന്നില്ല. 5 മിനിറ്റിൽ വേറെ വലിയ, അതായത് ഇത്രയും സ്ലോ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഇനി 5 മിനിറ്റിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നോക്കണം. അത് നമ്മൾ ലൈവ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മാത്രം ആ ഒരു ടൈം ഫ്രെയിം നമുക്ക് നോക്കാം. ഓക്കെ, വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ബേസ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറയുന്നില്ല. പ്ലാനിങ് ഒന്നും വേണ്ട.
ഓക്കെ 15 മിനിറ്റ് ബേസ് ചെയ്ത് ഞാൻ ഒരു എവിഡൻസ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് 4040. അതായത് ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയി ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ 4040. ചെറിയ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ 15 മിനിറ്റ് ബേസ് ചെയ്ത് സ്കാൽപ്പിങ്ങിനുള്ള ഐഡിയ ആണ് പറഞ്ഞത്. 4040 താഴേക്ക് ഫോൾ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. സെൽ ഏരിയയിലേക്കാണ് അത് കയറുന്നത്. ഓക്കെ സോ ഈ റേഞ്ച് മൂവ്മെന്റ് എവിടെ വരെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3995 ലെവലാണ്. സോ അത് ബ്രേക്ക് ചെയ്താലാണ് 4 അവർ ബേസ് ചെയ്തിട്ട് ഒരു എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട് 3964. ഓക്കെ സോ ഇനി നമുക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നോക്കാം. മാർക്കറ്റ് സെന്റിമെന്റ്സ് ഇമ്പോർട്ടൻറ്റ്. ടൂൾസ് ഉണ്ട്, അത് വെച്ചിട്ട് നോക്കാം. നിലവിലെ മാർക്കറ്റ് സെന്റിമെന്റ്സ്, അതായത് മാർക്കറ്റ് എൻഡ് ആയപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് എൻഡ് ആയപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഗോൾഡിൽ 74% ബയേഴ്സ് ആണ്. 74% ബയേഴ്സ്. ഓക്കെ അതാ കണ്ടുള്ള ഗോൾഡ് കണ്ടീഷൻ ഇതാണ്. 73.64% ബയേഴ്സ് ആണ്. മോർ ബയേഴ്സ് ഇൻ മാർക്കറ്റ്, ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ അഗൈൻ. ഓക്കെ പ്രൈസ് ഇനി എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. ഓൾ ഡേറ്റ ഗിവൺ പ്ലാറ്റ്ഫോംസ്, വലിയ ബ്രോക്കേഴ്സ്, അവരെല്ലാം എന്താണ്? ബിയറിഷ് ആണ് കാണിക്കുന്നത് മൂവ്മെന്റ്. ഓക്കെ സോ മാർക്കറ്റിൽ മോർ ബയേഴ്സ് ആണ്. 74% ഇപ്പം ബയേഴ്സ് ആണ്. ബയേഴ്സ് കൂടുകയാണെങ്കിൽ ഇനിയും എന്ത് ചെയ്യും? പ്രൈസ് ഫോളോ ചെയ്യും. സോ അതല്ല, ഈ ലെവലിൽ കൂടുകയാണ്. സെല്ലേഴ്സ് കൂടുകയാണ്. മാർക്കറ്റിൽ സെല്ലേഴ്സ് കൂടുകയും ബയേഴ്സ് കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൽ ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ സോ ഇതാണ് നിലവിലെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ്. മാർക്കറ്റ് എൻഡ് ആയപ്പോഴുള്ള മാർക്കറ്റ് സെന്റിമെന്റ്സ് ഇതാണ്. ഇനി നമുക്ക് ക്വാർട്ടർ റിപ്പോർട്ട് കിട്ടുമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ റീറ്റെയിൽ സെന്റിമെന്റ്സ് ഒന്ന് നോക്കാം. സോ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഗോൾഡ് റീറ്റെയിലേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. മാർക്കറ്റിന്റെ എൻ്റെ ഒരു സെന്റിമെന്റ്സിൽ ഒരു ചേഞ്ച് വന്നു. അതായത് സെല്ലേഴ്സ് കൂടുകയാണെങ്കിൽ ലോ പ്രൈസിൽ കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ് മാർക്കറ്റിൽ കൂടും. ബയേഴ്സ് കൂടുമ്പോൾ പ്രൈസ് വിൽ ഫോൾ എഗെയിൻ. വീണ്ടും പ്രൈസ് ഇടിഞ്ഞുകൊണ്ടിരിക്കും. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ SL എല്ലാം ഗ്രാബ് ചെയ്ത് പ്രൈസ് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് മാർക്കറ്റിൽ മോർ സെല്ലേഴ്സ് കയറി വന്നു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലോട്ട് കയറും. ഓക്കെ സോ ഒരു ഫോൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ മോർ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് കയറി വരും. സെല്ലേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ വീണ്ടും പ്രൈസ് മുകളിലോട്ട് കയറും. സെല്ലേഴ്സിൻ്റെ എല്ലാം എന്ത് ചെയ്യും? SL ഗ്രാബ് ചെയ്യും. എപ്പോഴും മാർക്കറ്റ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്രോഫിറ്റ് തരാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. അവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ സോ ഗോൾഡിൻ്റെ കണ്ടീഷൻ നോക്കാം. ഗോൾഡ് റീറ്റെയിൽ സെന്റിമെന്റ്സ് എന്താണെന്ന് നോക്കാം. റീറ്റെയിൽ സെന്റിമെന്റ്സ് ഇപ്പോൾ തന്നെ കാണിക്കുന്ന എത്ര? 1.16% ഓഫ് ബയേഴ്സ്. മാർക്കറ്റിൽ മോർ ബയേഴ്സ് ആണ്. സോ പ്രൈസ് വിൽ ഫോൾ അഗൈൻ. നെക്സ്റ്റ് വീക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഫോൾ അഗൈൻ തന്നെയാണ്. ഓക്കെ സിംബൽസ് എക്സ്ക്ലൂഡ്, ബാക്കിയെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യണം. എല്ലാ പേഴ്സും നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും.
എല്ലാ പേഴ്സിൻ്റെയും ഒരു റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും. ഗോൾഡ് ഓൺലി. സോ ഓക്കെ, ഗോൾഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഗോൾഡ് 91.16% ഓഫ് ബയേഴ്സ് ആണ്. മാർക്കറ്റിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ സിൽവർ നോക്കുമ്പോഴും മോർ ബയേഴ്സ് ആണ്. സോ പ്രൈസ് വിൽ ഫോൾ. ഓക്കെ. ഹീറ്റ് മാപ്പ് ഒന്നും നമുക്ക് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഒന്ന് നോക്കിയേക്കാം. ഗോൾഡ് നിലവിലെ കണ്ടീഷൻ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോഴും മാർക്കറ്റിൽ മോർ ബയേഴ്സ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ അഗൈൻ ആണ്. ഓക്കെ. ഹൈ പുട്ട് വോളിയം ഒന്നുമല്ല ഗോൾഡ്, ഹൈ കോൾ വോളിയം അല്ല. ഓക്കെ, ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലാണെന്ന് പറയാം. അത്രേ പറ്റും. ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ്. ഓക്കെ. കോട്ട് റിപ്പോർട്ട് വല്ലതും ഉണ്ടോ നോക്കാം. ലേറ്റസ്റ്റ് കോട്ട് റിപ്പോർട്ട് ഫ്രീ ആയിട്ട് കിട്ടുമോ നോക്കാം. ബേസ്ഡ് ഓൺ കോട്ട് റിപ്പോർട്ടും ഗോൾഡ് മോർ ബയേഴ്സ് ആണ്. മാർക്കറ്റിൽ മോർ ബയേഴ്സ് ആണ്, ലെസ് സെല്ലേഴ്സ് ആണ്. ഓക്കെ. ലോങ് പൊസിഷൻസ് ആണ് കണ്ട 85% ഓഫ് ലോങ് പൊസിഷൻസ് ആണ്. സോ പ്രൈസ് വിൽ ഫോൾ, അതിനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. ബേസ്ഡ് ഓൺ ഓൾ ഡേറ്റാസ് ഇതെല്ലാം നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് മേജർ ഫണ്ടമെന്റൽസുകൾ ഏതൊക്കെയാണെന്നാണ്. മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ വരുന്ന മേജർ ഫണ്ടമെന്റൽസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് ആണ്, ന്യൂ മന്ത് ഓഗസ്റ്റ്. സോ ഓഗസ്റ്റ് 3 വരുമ്പോഴത്തേക്ക് AUD പെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അന്ന് ബാങ്ക് ഹോളിഡേ ഉണ്ട്. AUD 7:30 ഡേറ്റ റിലീസ് ഉണ്ട്. മേജർ ഡേറ്റ ISM മാനുഫാക്ചറിങ് PMI റിലീസ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൈനൽ മാനുഫാക്ചറിങ് PMI റിലീസ് ആവുന്നുണ്ട്. സോ ഒരു മേജർ ഡേറ്റ റിലീസ് ഉണ്ട് 7:30 PM. സോ അതിൻ്റെ ഒരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മൺഡേയിൽ ട്യൂസ്ഡേ വരുമ്പോഴത്തേക്ക് ട്യൂസ്ഡേയിൽ ജോൾട്ട് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. അതൊരു മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡേറ്റ തന്നെയാണ്, ബട്ട് ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ അല്ല. ഓക്കെ. പിന്നെ വരുന്നത് വെച്ചാൽ വെനസ്ഡേ ആണ്. വെനസ്ഡേ ഈ മന്തിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അത് ന്യൂസിലാൻഡ് ആണ് അല്ലേ, ന്യൂസിലാൻഡ് ഡോളറാണ്. നോക്കാം. അതല്ല, നമുക്ക് USD ഇറങ്ങുമെന്ന് നോക്കാം. USD ഇമ്പോർട്ടൻ്റ് ഒരു സാധനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേയിൽ 5:45 PM ഇന്ത്യൻ ടൈമിൽ ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഡേറ്റ റിലീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ISM സർവീസ് PMI റിലീസ് ഉണ്ട്. ഓക്കെ. സോ US സെക്ഷനിൽ ഈ 3 ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 3 ദിവസങ്ങളിലും ഡേറ്റ റിലീസ് ഉണ്ട്. അത് വെനസ്ഡേയിൽ ഇമ്പോർട്ടൻ്റ് ഡേറ്റ ഉണ്ട്, മൺഡേയിലും ഉണ്ട്. ഓക്കെ. തേഴ്സ്ഡേ വരുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം റിലീസ് ഉണ്ടെന്ന് 6 PM. ഫ്രൈഡേ ആണ് NFP ഡേറ്റ റിലീസ് ആവുന്ന ദിവസം. സോ ഫ്രൈഡേയിൽ നല്ല മാർക്കറ്റ് മൊമെൻറ്റം ഉള്ള ദിവസമായിരിക്കും അപ്കമിങ് ഫ്രൈഡേ. ഓക്കെ. അപ്കമിങ് ഫ്രൈഡേ നല്ല രീതിയിൽ ഡേറ്റ റിലീസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന മേജർ ഫണ്ടമെന്റൽ. ഓക്കെ. ഓക്കെ. എനിവേ
ഇതാണ് നമുക്ക് അടുത്ത ഒരു വീക്കിലേക്ക് ഗോൾഡിൽ തരാൻ പറ്റുന്ന ഒരു അനാലിസിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനി അതർ പേയേഴ്സ്, വേറെ എന്തെങ്കിലും പേയേഴ്സ് നോക്കണമെങ്കിൽ നോക്കാം. എവറി ഡേ മോർണിംഗ് 8 AM നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പ്രീ ഓപ്പണിംഗ് സെഷൻ ചെയ്യുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രീ ഓപ്പണിംഗും ഗോൾഡിന്റെ ആ ഒരു ടൈമിലുള്ള മൂവ്മെന്റും. ഓക്കെ, 8 AM ഈവനിങ് നമ്മൾ ലൈവ് ചെയ്യണമെന്ന് ഉണ്ട്. നേരത്തെ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഗോൾഡ്. അത് തുടർന്ന് ആരംഭിക്കണമെന്നുണ്ട്. സമയത്തിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനി അതർ പേയേഴ്സ് നോക്കണമെങ്കിൽ നോക്കാം. കമന്റ് ചെയ്താൽ മതി. നിലവിൽ ഇപ്പോഴ് BTCയിൽ മൂവ്മെന്റ് ഉണ്ട്. BTC ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. BTCയിൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അഗൈൻ ഇപ്പോഴും അതിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. BTC നമ്മൾ നോക്കുമ്പോൾ ഒരു 15 മിനിറ്റിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ലെവല് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മുകളിലേക്കാണ്. ഈ ഡിമാൻഡ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ BTCയിൽ നെക്സ്റ്റ് 62,770 ലെവലിലേക്ക് ഫോള് വന്നാൽ, ഓക്കെ, ഇവിടെ 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു മാർക്കിംഗ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടൊന്നുമില്ല. 4 അവർ ലെവലിൽ ഉണ്ടോ എന്ന് നോക്കാം. 4 അവർ നോക്കുമ്പോൾ ഫോർ അവർ 1 hour 42 മിനിറ്റ്സും കൂടി ഉണ്ട് ക്യാൻഡിൽ എൻഡ് ആവാനായിട്ട്. BTCയുടെ ഒക്കെ എന്തൊരു അവസ്ഥയായി പോയില്ലേ. BTC ഒക്കെ ഏത് ലെവലിൽ കിടന്ന സാധനമായിരുന്നു. 1 lakh മുകളിൽ പോയ സമയം ഉണ്ടായിരുന്നു. വൺ അവർ ഏതെങ്കിലും ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കി തരാം. BTC 1 hour ബേസ് ചെയ്തിട്ട് ഈ ഒരു നിലവിലെ 15 മിനിറ്റിലെ ഈ ഒരു ഡിമാൻഡ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് 62,804 ആ ഒരു ലെവലിലാണ്. ഓക്കെ, ഇവിടെ എവിടെങ്കിലും ഒരു ബൈയിങ് എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഒന്നും തന്നെ ഇല്ല. ഓക്കെ, വ്യക്തമായ നമുക്ക് മൂവ്മെന്റ് ഇല്ലാതെ മാർക്കറ്റിൽ വെറുതെ ചാടി ഇറങ്ങി ഊഹത്തിന്റെ ബേസിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെതായ സ്ട്രാറ്റജി പ്രകാരമുള്ള എവിഡൻസുകൾ കിട്ടിയാൽ മാത്രമേ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിലവിൽ എനിക്ക് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് തരാനൊരു മൂവ്മെന്റ് ഇല്ല. ഓക്കെ, ഉള്ളത് എന്ന് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു ലെവൽ ഈ ഒരു ഡിമാൻഡ് ലെവൽ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ ഇവിടെ കാണും 62,786. സോ എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗോൾഡ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും പെയർ നോക്കണമെങ്കിൽ നോക്കാം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ഇനി സ്റ്റോക്ക് വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം. എന്ത് വേണമെങ്കിലും നോക്കാം. ഓക്കെ, any other stocks
ഇന്ത്യൻ മാർക്കറ്റിലാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, ഫ്രീ ഓഫ് കോസ്റ്റ്. ഡോളർ ഇൻഡെക്സും കൂടി നോക്കാം, DXY നോക്കാം. DXYയുടെ കണ്ടീഷന് ഗോൾഡിനെ ഡോളർ ഇൻഡെക്സ് ഡോളറിന്റെ 99 റേഞ്ചിലാണ്. ഓക്കെ, DXYയുടെ റേഞ്ച് 99 റേഞ്ചിലാണ്. അത് 100 മേളിലൊക്കെ പോയിട്ടാണ് ഒരു ഫോൾ വന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിലേ ഉള്ളൂ. ന്യൂസ് എന്തെങ്കിലും നോക്കാം. ഈ ജിയോ പൊളിറ്റിക്കൽ വാർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗോൾഡിൽ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എവറി വീക്കെൻഡ് അടുക്കുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം വരുന്നു. അതിനുശേഷം സമാധാനം വരുമ്പോഴേ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് കുറയും, ഗോൾഡിൽ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അടി തുടങ്ങും. ഇതായിരുന്നു നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതാണ് പ്രശ്നമാണ്. മാർക്കറ്റിംഗ് വാർ സിറ്റുവേഷൻ ഫുള്ളി മാറണം. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് വന്നേക്കുന്നത് നോ ഹോർമുസ് റീ ഓപ്പൺ ഡീൽ എന്നാണ് ഇറാന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, സോ ഓയിലിന്റെ കണ്ടീഷൻ കൂടി ഒന്ന് നോക്കിയാൽ ഓയിൽ എന്താ അവസ്ഥ എന്നുള്ളത്. US ഓയിൽ US oil up. US oil up. ഹോർമുസ് തുറക്കത്തില്ലെങ്കിൽ US ഓയിൽ പിന്നെയും കയറും, ഇനിയും കയറും. US ഓയിലിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നോക്കാം. മന്ത്ലി ചാർട്ട് എടുത്താൽ അറിയാൻ പറ്റും. US ഓയിലിന്റെ മാക്സിമം മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 120 ലെവൽ വരെയാണ്. ഈ വാർ ഡിക്ലെയർ ചെയ്തതിനു ശേഷമുള്ള അപ്പ് മൂവ്മെന്റ് ആയിരുന്നു ആ ഒരു മാസത്തെ. ഒരേ കണക്ക് കയറിപ്പോയി. ഓക്കെ, സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പൊക്കെ ഇപ്പോൾ ഫില്ല് ചെയ്ത് ഇനി ഹോർമുസ് ഓപ്പൺ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു കയറും. ഓക്കെ, ഓയിൽ കയറും, ഗോൾഡ് ഫോളോ ചെയ്യും. നോക്കാം.
എന്തായാലും നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ഒന്നും ചോദിക്കാനില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അനാലിസിസ് ചെയ്ത് പറയാം. ഏതെങ്കിലും പെയർ നോക്കണമെങ്കിൽ എനി അതർ പെയർ, ഗോൾഡ്, US oil, DXY ഒക്കെ നമ്മൾ നോക്കി, BTC നോക്കി. അതല്ലാതെ വേറെ എന്തെങ്കിലും പെയർ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ സിൽവറോ എനി അതർ precious metals or currency pair വേണമെങ്കിൽ നോക്കാം. ഏത് കറൻസി പെയർ വേണമെങ്കിലും നോക്കാം. ഓക്കെ, കമൻറ്റ് ചെയ്യുക. അതല്ല ഇനി ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റോക്കുകൾ നോക്കണമെങ്കിൽ അതും നോക്കാം. സോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യുകയാണ്. നമ്മളെ പ്രീവിയസ് വീഡിയോകൾ വീക്കിലി അനാലിസിസ് ഒക്കെ നോക്കാം. എത്രത്തോളം പ്രഡിക്ഷൻസ് ഒക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. നിങ്ങൾക്ക് പരിശോധിക്കാം. എല്ലാ വീഡിയോസും ഇവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം റെക്കോർഡഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. ലൈവുകളിൽ പറ്റുമെങ്കിൽ ലൈവുകളിൽ നമ്മോടൊപ്പം കൂടുക. ഒരുപാട് ട്രേഡ് സെറ്റപ്പ് ഒന്നും ചെയ്യാറില്ല. ക്യാച്ച് ചെയ്യുമ്പോൾ ഒരു ബിഗ് ഫിഷ്, ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കുന്നത്. എടുക്കുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു ട്രേഡ് എടുത്തിറങ്ങുക, ആ ഒരു പ്ലാനാണ് എപ്പോഴും ഉള്ളത്. എന്തായാലും നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം തിരിച്ചെടുക്കാം. പ്രീവിയസ് കുറേ ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അതൊന്നും നഷ്ടപ്പെട്ട് പോകേണ്ടതില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പെയർ നോക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ നോക്കാം. ഓക്കെ, ക്രിപ്റ്റോ, precious metals, any currency pair. ഓക്കെ, സോ BTC നമുക്കൊന്ന് ലൈവിൽ നിൽക്കാം, കുറച്ച് നേരം നോക്കാം. BTCയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിൽ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പ്രീവിയസ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ബൈയിങ് എവിഡൻസ് ഇട്ടിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിൽ. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിൽ ബൈയിങ് എവിഡൻസ് ഉണ്ട്. സോ 15 മിനിറ്റ് പേസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ടൈം എടുക്കാം. ബട്ട് ടേക്ക് ടൈം. ഇറ്റ് വിൽ മൂവ്സ് അപ്പ്.
BTC പ്രീവിയസ് ക്യാൻഡിൽ ക്ലിയർ ആയിട്ടൊരു ബൈങ് എവിഡൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ അതായത് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ക്ലിയർ ബൈങ് എവിഡൻസ് ആണ്. ഈ ഒരു ലെവലിന് മുകളിലോട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവും അതിൽ. ഓക്കെ, ബട്ട് ടേക്ക് ടൈം. ഓക്കെ,
എങ്ങനെയുണ്ട് നമ്മുടെ സ്ട്രാറ്റജി ഉണ്ട്, കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തന്നു. ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു, കണ്ടോ? ദിസ് ഈസ് മൈ സ്ട്രാറ്റജി, ഇറ്റ് ഈസ് വർക്കിംഗ്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ക്ലിയർ ബൈങ് എവിഡൻസ് പ്രീവിയസ് ക്യാൻഡിൽ, അതിനെ റെസ്പെക്ട് ചെയ്ത് മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഇനി ഒരു ഫർദർ മൂവ്മെൻറ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ വരെ ഒരു മൂവ്മെൻറ്റ്, അത് ഈ ഒരു സപ്ലൈ ലെവൽ വരെ ആണ് മൂവ്മെൻറ്റ് എടുത്തത്. കണ്ടോ, കറക്റ്റ് ആ സപ്ലൈ ലെവൽ വരെ മൂവ് ചെയ്തു. ഓക്കെ, ഇനി സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. അത് പറയാം. ഓക്കെ, ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് 15 മിനിറ്റിനെ ബേസ് ചെയ്ത് ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ സപ്ലൈ എടുത്തതിന് ശേഷം ഇറ്റ് വിൽ ഫോൾ ബിലോ ദിസ് ലെവൽ 62,998. ഓക്കെ, ഇനി വരാൻ പോണ അതാണ് ചാൻസ്. ഇങ്ങനെ ഓക്കെ, ബട്ട് അത് നിങ്ങൾ ഇപ്പോൾ ട്രേഡ് സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവല് ഇതിലേക്ക് കയറുമ്പോഴേ 15 മിനിറ്റ് ബേസ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ആയിട്ടിരിക്കുന്നത്. 15 മിനിറ്റ് ആണ്. ഓക്കെ, പ്രീവിയസ് നമ്മുടെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ എവിഡൻസ് ആയിരുന്നു ബൈങ് എവിഡൻസ് പ്രീവിയസ് ക്യാൻഡിൽ. അതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് മാർക്ക് ചെയ്തത്. ക്ലിയർ ആയിട്ട് അതെടുത്തു. ഓക്കെ, ഇനിയൊരു സെല്ലിംഗ് എവിഡൻസ് വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. അതെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു മാർക്കിംഗ് ഇട്ടത്. സോ അത് വെച്ചിട്ട് ട്രേഡ് പ്ലാനിങ് ചെയ്തോളുക. ബട്ട് ടേക്ക് ടൈം. ഓക്കെ, സോ 1, 2, 3 ക്യാൻഡിലൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് വരെ. ഓക്കെ,
സോ ബി ടി സി നമ്മൾ ഈ ലൈവിലൊരു ചെറിയ ട്രേഡ് സെറ്റപ്പ് ഇട്ടാണ്, അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, സോ ഇനി ഒരു സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ബൈയിങ്ങിനുള്ള മാർക്കിംഗ് പ്രകാരമുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബ്രേക്ക് ചെയ്തു ഈ ഒരു സപ്ലൈ ലെവൽ വരെ അത് മൂവ് ചെയ്തു. ഓക്കെ, സെല്ലിംഗ് എവിഡൻസ് പ്രീവിയസ്ലി കിടപ്പുണ്ട്. അതായത് ബിയറിഷ് സൈഡിലേക്ക് ഇനി മൂവ്മെൻറ്റ് വരുമ്പോൾ ഇതുവരെ ടാർഗറ്റ് ചെയ്യാം, ബിലോ ദിസ് ലെവൽ 62,997 താഴേക്ക്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൈവ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വ്യൂവേഴ്സ് വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ കുറച്ചും കൂടി കൂടുതൽ സമയം ലൈവ് ചെയ്യാം. ഓക്കെ, സോ ബൈ ബൈ. കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.